എനിക്ക് ആഗ്രഹം ഹോക്കിയാണ് സത്യമാണ്. ഇപ്പം ഇവിടെയുള്ള എല്ലാവരും പലരും ഹോക്കി കളിക്കുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ ഫ്യൂച്ചർ കണ്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ഞാനും ആ ഒരു ലക്ഷ്യം കൊണ്ട് സ്പോർട്സ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എന്ത് ചെയ്യണം പക്ഷേ ഞാൻ പഠിക്കാൻ പോയപ്പോൾ പഠിച്ചില്ല. ആ സമയത്ത് ഹോക്കി കളിച്ചു. ഹോക്കി കളിച്ചാൽ ജോലി കിട്ടുന്നൊരു വിശ്വാസമുണ്ടായിരുന്നു. പഠിച്ചാലും ജോലിക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മളൊക്കെ പഠിക്കുന്നത് അല്ലേ. പക്ഷേ സ്പോർട്സ് ചെയ്യുന്നവർക്കുള്ളൊരു പ്രത്യേകത, നമ്മളൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്പോർട്സ് ചെയ്യുന്നവരെല്ലാം ഒന്നല്ലെങ്കിൽ ക്ലാസ്സിൽ പഠിക്കാത്ത കുട്ടികളായിരുന്നു. കാരണം ഞാൻ ഒന്നിനെ കൂടുതൽ അതിൽ എങ്ങനെയും രക്ഷപ്പെട്ടേക്കെന്ന് വെച്ച് സ്പോർട്സ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ ഇത് ഈ ചിന്താഗതി മാറിയത് പുറത്തു പോയി ഹോക്കി, അതായത് യൂറോപ്പിലെയും ഓസ്ട്രേലിയയിലേക്കുള്ള ആൾക്കാരെ കാണുമ്പോഴാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഹോക്കി കളിക്കുന്ന പലരും ഒന്നല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റോ ഡോക്ടേഴ്സോ എഞ്ചിനീയേഴ്സോ അങ്ങനെയുള്ള ആൾക്കാരാണ് ഹോക്കി കളിക്കുന്നത്. നമ്മുടെ നാട്ടിൽ മാത്രമാണ് എന്നാൽ പഠിക്കാത്തവരെങ്കിൽ ഹോക്കി കളിച്ചോട്ടെ, അല്ലെങ്കിൽ അത്ലറ്റിക്സ് ആയിട്ട് ഫുട്ബോൾ കളിച്ചോട്ടെ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു തരുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്പോർട്സ് ചെയ്യുന്നതിന് പഠിക്കാനും പറ്റും, കളിക്കാനും പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ആ ഒരു വിശ്വാസമാണ്. പിന്നെ രണ്ടാമത്തൊരു കാര്യം, ഒരു ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സ് എന്തായാലും ഉണ്ടാവണം. ഒരു ജയത്തിൽ വിഷമിക്കാതെ, അല്ലെങ്കിൽ ഒരു തെറ്റിപ്പോയി പറഞ്ഞു, ഒരു ജയത്തിൽ സന്തോഷിക്കാതെ, അല്ലെങ്കിൽ ഒരു തോൽവിയിൽ വിഷമിക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം. നമുക്കൊരു ലക്ഷ്യം വേണം. എനിക്കൊരിക്കലും എൻ്റെ ഒരു ലക്ഷ്യം ഒരിക്കലും ഇതായിരുന്നില്ല. അവിടെ സത്യം പറയാം, ഈ ഒരു മെഡൽ നിങ്ങളെ കാണിക്കാൻ പോകാൻ മുമ്പ് ഈ ഒരു ഒളിമ്പിക്സ് മെഡലായിരുന്നില്ല എൻ്റെ ലക്ഷ്യം. ലക്ഷ്യം എപ്പോഴും ഒരു ജോലി കിട്ടുക എന്നുള്ളതായിരുന്നു. ഒരു ജോലി കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ പ്രൊമോഷൻ കിട്ടുക എന്നുള്ളതായിരുന്നു. ഒരു പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും അത് കണ്ടിന്യൂ ചെയ്യണമെന്നായി. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും സ്പോർട്സിൽ കുറച്ച് ഫേസ് കയറി വന്നപ്പോഴത്തേക്കും എന്നാൽ പിന്നെ ഒളിമ്പിക്സിൽ കളിക്കണം എന്നൊരാശ വന്നു. ഒളിമ്പിക്സ് കളിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും കളിയാക്കി തുടങ്ങിയപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു മെഡൽ മേടിക്കണം. എന്നാൽ അങ്ങനെ ചെയ്ത് ഓരോ ചെറിയ ചെറിയ ആഗ്രഹങ്ങളും വച്ചിട്ടാണ് ഈ ഒരു ലെവലിലേക്ക് എത്തിയത്. അപ്പം എന്ന് പറഞ്ഞ് ഞാൻ സ്റ്റാർ പ്ലെയർ ഒന്നുമല്ല. കാരണം ഞാൻ 4 ഒളിമ്പിക്സ് കളിച്ചപ്പോഴാണ് 2 മെഡൽ കിട്ടിയത്. എൻ്റെ കൂട്ടത്തിലുള്ള 11 പേരുണ്ട്, അവർ 2 ഒളിമ്പിക്സ് കളിച്ച് 2 മെഡലുണ്ട്. അപ്പം ഓരോരുത്തർക്കും പണ്ടൊരു കുട്ടി പറഞ്ഞിട്ടില്ലേ, ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവത്തില്ല. അതേ അവസ്ഥ തന്നെയാണ്. കുറച്ച് പേർക്ക് കുറേ സമയങ്ങളെടുക്കും, കുറച്ച് പേർക്ക് കുറച്ച് സമയത്ത് കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുന്ന സ്പോർട്സ് ചെയ്യുന്നവരാണെങ്കിലും പഠിക്കുന്നവരാണെങ്കിലും കലയിലുള്ളവരാണെങ്കിലും നിങ്ങളോട് ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, നിങ്ങൾ എന്ത് ചെയ്താലും അത് നന്നായിട്ട് ചെയ്യുക. അതിനകത്ത് ഒന്നാമനാവാൻ ശ്രമിക്കുക. അത് പഠിക്കുന്ന കാര്യത്തിലാണ് കേട്ടോ. കാരണം കഴിഞ്ഞാൽ നമുക്ക് പലർക്കുള്ള കഴിവുകൾ പലതായിരിക്കാം. എന്നെ പക്ഷേ ഒരു പക്ഷേ ദൈവം ഇങ്ങോട്ട് വിട്ടിരിക്കുന്ന ഹോക്കി കളിക്കാനായിരിക്കാം. നിങ്ങളെ വിട്ടിരിക്കുന്നത് ചിലപ്പം കലയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ രാഷ്ട്രീയപരമായ കാര്യങ്ങളിലേക്കാണെങ്കിലും നേതൃത്വം കൊടുക്കാനാണെങ്കിലും ഏത് ലെവലിലേക്ക് ആയിക്കോട്ടെ. ഇവിടെ നിൽക്കുന്ന എല്ലാവരും ഇപ്പോൾ ടീനേജ് വയസ്സിലുള്ളവരാണ്. അതുകൊണ്ട് പറയുകയാണ്, എന്ത് ചെയ്താലും ഇനി ഉഴപ്പം തന്നെ നോക്കിക്കോ. ഉഴപ്പമാണെങ്കിൽ ഏറ്റവും നല്ല ഉഴപ്പണാവുക, അല്ലാതെ ഇടയ്ക്ക് നിൽക്കരുതുണ്ട്. അപ്പം ഏറ്റവും നന്നായിട്ട് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക, കൺസിസ്റ്റൻ്റായിട്ട് എല്ലാം ചെയ്യാൻ നോക്കുക.